അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ട്രൂത്ത് ഫെയ്ത്ത് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മഹാഭാരത യുദ്ധം, ഇതിനെപ്പറ്റി കേൾക്കാത്തവരായി ഭാരതീയരായ നമ്മളിൽ ആരും തന്നെയില്ല. ഹസ്തിനപുരിയിലെ രാജാവായിരുന്ന ധൃതരാഷ്ട്രരുടെ മക്കളായ കൗരവരും അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രന്മാരായ പാണ്ഡവരും തമ്മിൽ നടന്ന ഐതിഹാസികമായ യുദ്ധം. ഈ യുദ്ധത്തെപ്പറ്റി വിവരിക്കുന്ന ഭാഗങ്ങളാണ് മഹാഭാരതം എന്ന പദ്യശകലങ്ങളായി പുസ്തക രൂപത്തിൽ ലഭ്യമായിട്ടുള്ളത്. ഇതിൽ തന്നെ തൻ്റെ ബന്ധുക്കളോട്, കുടുംബക്കാരോട് യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന അർജുനനോട് യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച് പ്രേരിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ചില ഉപദേശങ്ങളാണ് ഭഗവത്ഗീത എന്ന രൂപത്തിൽ അതിലൊരു ഭാഗം. ഈ ഭഗവത്ഗീതയിൽ തന്നെ തൻ്റെ സഹോദരങ്ങളോട് യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഒരു ഉപദേശം ഇങ്ങനെ നമുക്ക് കാണാം. ഹതോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവ ബോക്ഷസേ മഹി തസ്മാദുദ്ദിഷ്ട കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഈ യുദ്ധത്തിൽ നീ മരിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം ലഭിക്കും. അതല്ല, ഈ യുദ്ധം നീ വിജയിക്കുകയാണെങ്കിൽ കുന്തിപുത്ര, നിനക്ക് ഈ രാജ്യം ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ യുദ്ധത്തിന് പുറപ്പെടൂ. മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് നീ നോക്കേണ്ടതില്ല. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണിത് എന്നാണ് ആ കൊടുക്കുന്ന ഉപദേശം. സഹോദരങ്ങളെ, ഈ ഒരു വാചകം വെച്ചുകൊണ്ട്, ഇത് ഒരു സന്ദർഭത്തിലിറങ്ങിയ, ഒരു യുദ്ധമുഖത്തിറങ്ങിയ ഈ ഉപദേശം വെച്ചുകൊണ്ട് ഈ മഹാഭാരതത്തിലെ ഈ ഭഗവത്ഗീത വായിക്കുന്ന ആളുകൾ മുഴുവൻ ഈ വാചകം എടുത്തുകൊണ്ട് എല്ലാ കുടുംബക്കാരോടും യുദ്ധം ചെയ്യണമെന്നും എല്ലാ കുടുംബക്കാരെയും കൊല്ലണമെന്നും ഇത് തെളിവാക്കണമെന്ന് ആരെങ്കിലും പറയുമോ? ഒരിക്കലും പറയില്ല. കാരണം എന്താണ്? ഇത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ ഒരു വാചകമാണ്, ഉപദേശമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇതേ രൂപത്തിൽ തൻ്റെ കുടുംബക്കാരായ, തൻ്റെ സഹോദരങ്ങളായ ഒരു പക്ഷം മറുവശത്ത് അസത്യത്തിൻ്റെ കൂടെ നിൽക്കുകയും ഇപ്പുറത്ത് സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ യുദ്ധമുഖത്തിറങ്ങിയ ഖുർആനിലെ ചില ആയത്തുകൾ, ഖുർആനിൽ അവർക്ക് കൊടുത്ത ചില ഉപദേശങ്ങൾ, ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ചില ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ചില ഉപദേശങ്ങൾ, പടച്ച തമ്പുരാനായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അതെടുത്തുകൊണ്ട് ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളെയും കൊല്ലാനുള്ള അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാനുള്ള ഒരു തെളിവാണ് ഈ ഖുർആനിലെ ആയത്ത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ എത്രമാത്രം ബുദ്ധിശൂന്യതയുണ്ട്. ചില ആളുകൾ ഈ ആയത്തുകൾ എടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ എല്ലാവരെയും കൊല്ലാൻ, അമുസ്ലിങ്ങളെ കൊല്ലാൻ, കുടുംബക്കാരെ കൊല്ലാൻ അല്ലെങ്കിൽ അവരോട് പരുഷമായി പെരുമാറാൻ ഈ ആയത്ത് തെളിവാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അതിനെപ്പറ്റിയാണ് നമുക്കിന്ന് അല്പം സംസാരിക്കാനുള്ളത്. എക്സ് മുസ്ലിമും എക്സിസ്റ്റ് നിരീശ്വരവാദിയുമായ ജാമിദ നമ്മുടെ ചാനലിലെ ഒരു വീഡിയോക്ക് മറുപടി പറയുകയുണ്ടായി. അതായത് വർഗീയ വിഷം ചീറ്റുന്ന ജനൻ TV ഒരിക്കൽ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിൽ നിന്ന് തിരിച്ചുപോയ ആളുകൾ എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെ അവതരിപ്പിക്കുകയും അവർ അവിടെ വെച്ച് തങ്ങളുടെ മാതാപിതാക്കളെ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അങ്ങേയറ്റം വെറുത്ത ആളുകളായിരുന്നു, അത് ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെയാണ് ഞങ്ങൾ അങ്ങനെ വെറുത്തത് എന്നുള്ള നിലക്ക് ആണ് അവരുടെ അവതരണം ഉണ്ടായത്. ആ ചാനലിലെ ആ പ്രോഗ്രാമിന് നമ്മൾ മറുപടി പറയുകയുണ്ടായി, ഇസ്ലാം സ്വീകരിച്ച മറ്റൊരു വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ ഈ വീഡിയോ എടുത്താണ് ജാമിദ യഥാർത്ഥത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ശ്രമങ്ങൾ ഫേമസ് ആവാൻ വേണ്ടി നടത്തിയ ഈ ജാമിദ ഇപ്പോൾ അതിന് കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നൊട്ടോറിയസ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. എന്തായാലും ആ ജാമിദയുടെ പുതിയ കള്ളങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പുറത്തു കൊണ്ടുവരുന്നത്. ലെറ്റ്സ് ഗോ ടു ഹെർ ടോക്സ്. അങ്ങനെ മാതാപിതാക്കളോട്, അതായത് അമുസ്ലിങ്ങളായ മാതാപിതാക്കളോട് പരുഷമായി പെരുമാറണം എന്ന 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 72-ാമത്തെ വാചകത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി അച്ഛനോട് പരുഷമായി പെരുമാറുകയും താൻ ഓമനിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ഒരു പൊടിപ്പല്ല് വരുമ്പോൾ ഒരു സന്തോഷം, ഒന്ന് പിച്ച വയ്ക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മളൊക്കെ അങ്ങനെ വളർന്നതല്ലേ, നമ്മളൊക്കെ അങ്ങനെ മക്കളെ വളർത്തുന്നതല്ലേ, നമ്മളത് കണ്ട് സന്തോഷിക്കുന്നതല്ലേ. കുടുംബത്തിൻ്റെ ഒരു മൂല്യമാണ് ജാമിദ ഇപ്പോൾ പറഞ്ഞത്. യുക്തിവാദികൾക്ക് കുടുംബമോ? മാതാവിന് തൻ്റെ പുത്രനെ ഭോഗിക്കാമെന്നും പിതാവിന് മകളെ ഭോഗിക്കാമെന്നും സഹോദരങ്ങൾക്ക് പരസ്പരം ഇൻസെസ്റ്റ് ആകാമെന്നും പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും
മനുഷ്യനെന്നാൽ വെറും മൃഗതുല്യരാണ്, പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല, കുടുംബ ബന്ധങ്ങളോ മൂല്യങ്ങളോ ഇല്ല, വെറും മെറ്റീരിയൽസ് ആണ് മനുഷ്യനെന്ന് എന്ന് വാദിക്കുന്ന യുക്തിവാദികൾ എന്ത് ഫീലിങ്സിനെ പറ്റിയാണ് ഈ പറയുന്നത്? കുറെ മൂലകങ്ങൾ ചേർന്ന ഒരു മെറ്റീരിയൽ മാത്രം. അതെ, നമുക്ക് അടുത്ത ക്ലിപ്പ് കേൾക്കാം. ഖുർആനിന്റെ വിശ്വാസപ്രകാരം അമുസ്ലിങ്ങൾ വെറുക്കപ്പെടേണ്ടവരാണ്, അവരോട് പരുഷമായി പെരുമാറേണ്ടതാണ്. അത് അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, സഹോദരങ്ങളാകട്ടെ, മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, എല്ലാത്തിനും തുല്യ പ്രാധാന്യം തന്നെയാണ് ഇസ്ലാമിലുള്ളത്. ഈ കാര്യം ആ കുട്ടി, അതായത് എനിക്ക് പ്രചോദനമായത് എൻ്റെ അച്ഛനെ വെറുക്കാൻ, എൻ്റെ അമ്മയെ വെറുക്കാൻ, അവരോട് പരുഷമായി സംസാരിക്കാൻ എനിക്ക് പ്രചോദനമായത് ഈ ഖുർആനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഖുർആൻ വാചകം പറയുകയുണ്ടായി. ഇവിടെ പറയുന്നത് ഖുർആൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആ പെൺകുട്ടി അമുസ്ലിങ്ങളായ മാതാപിതാക്കളെ വെറുത്തത് എന്നാണ്. അതായത് ഖുർആൻ അങ്ങനെ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവരുടെ വാദം കൊണ്ടുവരുന്നത്. ഖുർആൻ ഒരിക്കലും അമുസ്ലിങ്ങളായ മാതാപിതാക്കളെ ദ്രോഹിക്കാനോ വെറുക്കാനോ അവരോട് പരുഷമായി പെരുമാറാനോ കൽപ്പിച്ചിട്ടില്ല. മുസ്ലിമായ ഒരാളും മുസ്ലിം അല്ലാത്ത വേറൊരാളും തമ്മിൽ മതങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം, അഥവാ നീ നിന്റെ മതത്തിൽ നിൽക്കുന്നു, ഞാൻ എൻ്റെ മതത്തിൽ നിൽക്കും, ഇതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. അതാ ലക്കും ദീനുക്കും വലിയ ദീൻ, നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം. എന്നാൽ മാനുഷികപരമായ എല്ലാ ഇടപാടുകളും നടത്താം, സൗഹാർദ്ദമാകാം. ഇപ്പം നമുക്കറിയാം, പ്രവാചകൻ്റെ പിതൃവ്യൻ, പ്രവാചകന് മാതാവോ പിതാവോ ജീവിച്ചിരുന്നില്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാവും പിതാവും മരണപ്പെട്ടു. അദ്ദേഹത്തിനെ പോറ്റി വളർത്തി സംരക്ഷിച്ച് സ്നേഹം കൊടുത്ത് സംരക്ഷിച്ചു വന്നത് അദ്ദേഹത്തിൻ്റെ മൂത്താപ്പയാണ് അബൂ താലിബ്. അദ്ദേഹം അമുസ്ലിമായിരുന്നു. ഒരിക്കലും പ്രവാചകൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹി ലഭിച്ച പ്രവാചകനായതിനു ശേഷം തൻ്റെ അബൂ താലിബ് എന്ന പേരിൽ തൻ്റെ പിതൃവ്യനെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് കൂടുതൽ സ്നേഹം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നീ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ സ്നേഹമുണ്ട്. അതായത് അമുസ്ലിങ്ങളായ ആളുകളെ പ്രവാചകൻ, അമുസ്ലിങ്ങളായ തൻ്റെ കുടുംബക്കാരെയും ബന്ധുക്കളെയും എല്ലാം പ്രവാചകൻ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് നീ സ്നേഹിക്കുന്നവർക്ക് ഹിദായത്ത് നൽകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് മാനുഷികമായ സ്നേഹം, പ്രകൃതിപരമായ സ്നേഹം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാമിൽ അഹ്ൽ കിതാബ് അഥവാ ജൂത ക്രിസ്ത്യാനികളായ പെൺകുട്ടികളെ ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കാൻ അനുവദനീയമാണ്. പക്ഷെ അവർ രണ്ട് മതത്തിലാണ്. പക്ഷെ അവർ അങ്ങനെ കല്യാണം കഴിച്ചാൽ ഭാര്യ ഭർത്തൃ ബന്ധം അഥവാ വാപ്പ ഉമ്മ അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം അനുസരിച്ച് അവർക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാവും. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധവും ഒരു മാതാവും പിതാവും എന്നുള്ള ബന്ധവും ഒക്കെ അവർക്ക് ഉണ്ടാവും. പക്ഷെ അവർ വിശ്വാസത്തിൽ എന്തില്ല, സ്നേഹബന്ധത്തിലല്ല. നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം നിലനിൽക്കുക. ഇത് വളരെ കൃത്യം ആലോചിച്ചാൽ മനസ്സിലാവും. അതാണ് ഇവള് പറഞ്ഞ സൂറത്ത് തൗബയിലെ ഈ ആയത്തിന്റെ പരാമർശവും. സൂറത്ത് തൗബയിലെ ആയത്തിലേക്ക് നമുക്ക് വിശദമായി വരാം ഇൻഷാ അല്ലാഹ്. പക്ഷേ ഖുർആൻ മുസ്ലിങ്ങളെ വെറുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ജാമിദയുടെ നാവ് കൊണ്ട് പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട്. അത് ജാമിദ തെളിയിക്കേണ്ടതുണ്ട്. ജാമിദ ഖുർആനിൽ എവിടെയാണ് അമുസ്ലിങ്ങളായ മാതാപിതാക്കളെ വെറുക്കണം എന്ന് ഖുർആൻ കൽപ്പിച്ചത് എന്നുള്ളത് ജാമിദ ഇവിടെ വ്യക്തമായി തെളിവ് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്ലിപ്പിലേക്ക് പോവാം. ഇസ്ലാം മതം സ്വീകരിച്ച മറ്റൊരാളെയാണ് നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിൻ്റെ മതം. ഒന്ന് ആലോചിച്ചേ. അള്ളാഹുവിന്റെ മതം എന്ന് പറഞ്ഞത് വലിയൊരു തെറ്റായിട്ടാണ് ജാമിദ പറയുന്നത്. അതായത് യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾക്ക് യുക്തി തീരെയില്ല എന്ന് വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിന്റെ പ്രതികൾ ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ടാവും. ജംഷീറിന്റെ കയ്യിലുണ്ടാവും, എൻ്റെ കയ്യിലുണ്ടാവും, ആളുകളൊക്കെ കയ്യിലുണ്ടാവും. വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നു ഇത് എൻ്റെ പുസ്തകമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പുസ്തകം, അയ്യോ ഇത് എൻ്റെ പുസ്തകമാണെന്ന് പറഞ്ഞാൽ അല്ലല്ല ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചത് ആരും പറയാറില്ല. അതിൻ്റെ ഉപജ്ഞാതാവ് ഓദർ ഞാനാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ മതം, അള്ളാഹുവിന്റെ ഖുർആൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാം അള്ളാഹുവിന്റെയാണ്. ഈ സൃഷ്ടികൾ മുഴുവൻ അള്ളാഹുവിന്റെയാണ്. ഈ ജാമിദ പോലും അള്ളാഹുവിന്റെയാണ് എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. അതായത് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളല്ലാതെ മറ്റെന്തെങ്കിലും ഇവിടെ ഒന്നുമില്ല. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞതിന്റെ വലിയ അത്ഭുതത്തോടെയാണ് പറയുന്നത്. ചിന്തിക്കാൻ പറയുകയാണ്, അള്ളാഹുവിന്റെ മതമോ,
പ്രപഞ്ച സൃഷ്ടാവിന് മതമോ ആ നിലയ്ക്ക് ഒരു പുച്ഛിച്ച രീതിയിലുള്ള അവരെല്ലാം തലതിരിഞ്ഞാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ മനസ്സിലാകുന്നത് അവരുദ്ദേശിക്കുന്നത് അള്ളാഹു നമ്മളെപ്പോലെ മതമൊക്കെ അനുസരിച്ച് നോമ്പ് നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള തലതിരിഞ്ഞ വിശ്വാസമാണ്. അഥവാ ഈ മതം ഉണ്ടാക്കിയ നമുക്ക് കൽപ്പിച്ചു തന്നത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് സ്ഥാപിച്ചു തന്നതാണ് അള്ളാഹുവിന്റെ മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവരവിടെ നിന്ന് പോരില്ലായിരുന്നല്ലോ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ യുക്തിവാദി ആവൂലല്ലോ. അതാണ് അതിന്റെ കൊരങ്ങനീന്ന് മനുഷ്യൻ ഉണ്ടായി എന്ന് പറഞ്ഞ ആ ബുദ്ധിയാണല്ലോ ഈ ബുദ്ധി. ഓക്കെ, നമുക്ക് അടുത്ത ക്ലിപ്പിലേക്ക് പോവാം. അല്ലാഹുവിനു മതമോ രക്ഷിതാവിന് പടച്ചോന് മുസ്ലിം മാതാപിതാക്കളോടാണ് ഈ കൽപ്പനകൾ. മുസ്ലിം പുരുഷനോടും സ്ത്രീകളോടുമാണ് ഈ കൽപ്പനകൾ. അതല്ലാതെ മുസ്ലിം ആയിരിക്കുന്ന മനുഷ്യർക്ക് മുസ്ലിമാകുന്ന മാതാപിതാക്കളോടുള്ള കടമകളല്ലിത്. അത് മനസ്സിലാകണമെങ്കിൽ മറ്റൊരു ഖുർആൻ വാചകം നിങ്ങൾ കാണണം. ഈ അമുസ്ലിം ഉമ്മയ്ക്കെതിരിൽ നിൽക്കുന്ന അതായത് അതിലേക്ക് നമുക്ക് വരാം. ഇവർ പറയുന്നത് വഖള റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അതായത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന കൽപ്പനയ്ക്ക് ശേഷം പ്രഥമമായ ആ കൽപ്പനയ്ക്ക് ശേഷം രണ്ടാമത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ള കൽപ്പന. ആ കൽപ്പന നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞ ആയത്താണ്. അത് വെച്ച് പറയുന്നത് ഈ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഖുർആൻ കൽപ്പിച്ചത് മുസ്ലിമായ മാതാപിതാക്കളോട് മാത്രമാണ്. അമുസ്ലിമുകളായ മാതാപിതാക്കൾ ഇതിൽ പെടില്ല എന്നുള്ളതാണ് വലിയ കാര്യം അവതരിപ്പിക്കുന്ന പോലെ ഈ ജാമിദ ഇത് അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അതായത് സൂറത്തുൽ ലുഖ്മാനിലെ വചനം അതായത് എന്താണ് അവിടെ വിവരിക്കുന്നത്? അവിടെ വിവരിക്കുന്ന ഒരു മാതാവിൻ്റെ ത്യാഗമാണ്, അല്ലേ? വേറെ ഏതെങ്കിലും വേദഗ്രന്ഥം, വേറെ ഏതെങ്കിലും തത്വസംഹിത, വേറെ ഏതെങ്കിലും യുക്തിവാദികളുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗ്രന്ഥം, മൂല്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഇതുപോലെ വിവരിക്കുന്നത് ജാമിദക്ക് എടുത്തു കാണിച്ചു തരാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ, മൂല്യങ്ങളെ പറ്റി വിവരിക്കുന്ന ഒരു ഗ്രന്ഥം അവർക്കില്ല. അവർക്ക് ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ജാമിദക്ക് ഇതൊന്ന് എടുത്തു കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല. ഇനി ഇതിൻ്റെ അർത്ഥം ഒന്ന് കേട്ടോ. അതായത് മാതാപിതാക്കളുടെ ത്യാഗമാണ് വേദനക്ക് വഹനൻ അലാ വഹനിൻ. മാതാവ് വേദനക്കുമേൽ വേദന, അത് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് പ്രസവിക്കുന്നത്. ആ പ്രസവത്തിൻ്റെ വേദനയുടെ അതിൻ്റെ തീവ്രത പറയുകയാണ്, പഠിപ്പിക്കുകയാണ് ജനങ്ങളെ. ഇത്തരത്തിൽ യുക്തിവാദികൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് എങ്ങനെ വിവരിക്കുന്നത് എന്ന് മാത്രമല്ല, അള്ളാഹു ഈ ഖുർആനിൽ ഈ വാക്ക് പറയുന്നു, നിന്റെ മാതാവ് നിന്നെ വേദന സഹിച്ച് പ്രസവിച്ചു, അതുകൊണ്ട് നീ അവർക്ക് നന്ദി ചെയ്യണം. അപ്പോൾ അമുസ്ലിങ്ങളായ മാതാപിതാക്കൾ ഉള്ള ഒരാൾക്ക്, മുസ്ലിമായ ഒരാൾ അമുസ്ലിങ്ങളെ അവരുടെ വേദന ഇല്ലാതായോ? അഥവാ അമുസ്ലിങ്ങളായ മാതാപിതാക്കൾ വേദന ഇല്ലെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? വേദനയുള്ള എല്ലാ മാതാപിതാക്കളോടും എന്നാണ് എന്ന് മാത്രമല്ല, അതിന്റെ ബാക്കി നോക്കൂ. അതിന്റെ ബാക്കി കേട്ടാൽ, അതാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ ബാക്കി കേട്ടാൽ പിന്നെ ഈ ജാമിദ പറഞ്ഞതെല്ലാം എന്തായി? നിഷ്ഫലമായി എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് ജാമിദ എവിടെയോ പള്ളിയിൽ പോയിട്ട് ഇമാമ എന്നോ ജുമാക്ക് കുത്തുബ നടത്തിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവർക്ക് ഈ ഖുർആനെ പറ്റിയോ ഇസ്ലാമിക തത്വശാസ്ത്രത്തെ പറ്റിയോ ഒന്നും, ഒരു തത്വത്തെ പറ്റിയും ഒന്നും അറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വാചകം വളരെ കറക്റ്റാണ്, ഒരു തെളിവിലേക്കും പോകേണ്ടതില്ല. ഈ വാചകത്തിൻ്റെ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, പടച്ചോന് നന്ദി ചെയ്യുക, വാലിദേയ്ക്ക് നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക, വൈലയൽ മസീർ നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരേണ്ടവരാണ്. അടുത്ത വാചകം അവർ നിന്നോട് സമരം ചെയ്താൽ, കഠിനമായി പ്രയത്നിച്ചാൽ, ഒരുപാട് പ്രഷർ നൽകിയാൽ, എന്തിന്? അന്തുശ്രിക ബി മാ ലൈസലക ബിഹി ഇൽമുൻ, എന്നിൽ പങ്കുചേർക്ക്, അഥവാ ബഹുദൈവാരാധനക്ക് അഥവാ ഏകദൈവാരാധനയിൽ നിന്ന് മാറി വേറൊരു ദൈവത്തെ ആരാധിക്കാൻ, വേറെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിലേക്ക് നിന്നെ നിർബന്ധിച്ചാൽ, അതിനുവേണ്ടി നിന്നോട് സമരം ചെയ്താൽ, ഫലാ തുതിഉഹുമ, അതിന് നീ അവരനുസരിക്കേണ്ടതില്ല. വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, അവരോട് നീ നല്ല ദുനിയാവിൻ്റെ മതകാര്യങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും നല്ല നിലയിൽ പെരുമാറണം, വളരെ നന്മയോടുകൂടി മാതാപിതാക്കളോട് പെരുമാറണം എന്ന് പറയുമ്പോൾ ജാമിദ ആ ഖുതുബ പഠിക്കാൻ പോയ നേരത്ത് ഈ ഖുർആൻ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ, അർത്ഥവും ആശയവും ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ, വിശദീകരണം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ
ഇതൊന്നും മനസ്സിലാകുമായിരുന്നില്ലേ? ഈ ആയത്തിൽ തന്നെയുണ്ട്, മാതാപിതാക്കൾ അമുസ്ലിങ്ങളായിരുന്നാലല്ലേ തൻ്റെ മകൻ മുസ്ലിം ആവുമ്പോൾ അവനെ ശിർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ബഹുദൈവാരാധനയ്ക്ക് സമരം ചെയ്യൂ. മുസ്ലിങ്ങളായ മാതാപിതാക്കൾ മുസ്ലിമായ മകനോട് ബഹുദൈവാരാധനയ്ക്ക് വേണ്ടി സമരം ചെയ്യൂ. ജാമിദ, അള്ളാഹു അല്ലാത്ത ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്ത ബിംബങ്ങളുടെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ സമരം ചെയ്യുമോ? തൻ്റെ മക്കളെ അത്തരം മാതാപിതാക്കൾ നിർബന്ധിക്കുമോ? ജാമിദ പറയൂ. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരൊറ്റ ആയത്തുകൊണ്ട് ജാമിദയുടെ ഈ മുഴുവൻ കള്ളവാദങ്ങളും ഇവിടെ തകർന്നടിയുകയാണ്. ഈ ഒരൊറ്റ ആയത്തിൽ വളരെ വ്യക്തമായി പടച്ച തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് മറച്ചു വെച്ച് ബാക്കിയുള്ള കുറേ ആയത്തുകൾ ഓതിയിട്ട് ഇതൊക്കെ മുസ്ലിങ്ങളോടാണ് മാതാപിതാക്കളോടല്ല എന്നാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ജാമിദ പറഞ്ഞ ആയത്തിലേക്ക് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. ഈ അമുസ്ലിം ഉമ്മയ്ക്കെതിരിൽ നിൽക്കുന്ന മകനാകട്ടെ, ഉമ്മയാകട്ടെ, വാപ്പയാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ആരായിരുന്നാലും മറ്റു ബന്ധുക്കളോ ആയിരുന്നാൽ പോലും അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവർക്ക് പിൻബലം നൽകുകയും ചെയ്യും. ഞാൻ പറഞ്ഞുതരാതെ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവരതിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത്തരക്കാരാകുന്നു അള്ളാഹുവിൻ്റെ കക്ഷി. അറിയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ. ഒരു പെൺകുട്ടി, നമ്മൾ ആദ്യം കണ്ട പെൺകുട്ടി, അവൾ ഇസ്ലാം മതം സ്വീകരിച്ചു. അവൾക്കെതിരെ ഉള്ളതാരാ? മാതാപിതാക്കളാണ്, സഹോദരങ്ങളാണ്. അപ്പോൾ ആ മാതാപിതാക്കളുടെ മകളാണ് എതിർദിശയിൽ നിൽക്കുന്ന ഇസ്ലാം സ്വീകരിച്ച പെൺകുട്ടി. അവൾക്ക് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ആ സഹോദരങ്ങളുടെ സഹോദരിയാണ് ഇസ്ലാം മതത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടി. അപ്പോൾ ഈ ഉമ്മയുടെയും ഈ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഏതൊക്കെയോ നിലകളിൽ ആരൊക്കെയോ ആണ് ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടി. എതിർഭാഗത്തുള്ളതാരാണ്? മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളുമാണ്. അപ്പോൾ ഈ അമ്മയുടെയും അച്ഛൻ്റെയും ആരായിരുന്നാലും ശരി, ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയുടെ മനസ്സിൽ അള്ളാഹു ദൃഢവിശ്വാസം ഇട്ടു കൊടുക്കുകയാണ്. അച്ഛൻ ഹൃദയാഘാതം വന്നു, ഏയ് നമ്മൾ അനങ്ങരുത്, കണ്ടില്ലേ? അതാണ് അല്ലാഹ്. എത്ര വലിയൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് സഹോദരങ്ങളെ ഇവൾ നടത്തിയിട്ടുള്ളത്. തികച്ചും എന്താ പറയുക, കളങ്കം പൂർണ്ണമായ വളരെ വളരെ മോശമായൊരു വാക്കാണ് ഇവർ അള്ളാഹുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഖുർആൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഖുർആനിലൊരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം അത് എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഖുർആൻ ഇറങ്ങിയ പ്രവാചകനും പ്രവാചകൻ്റെ കൂടെ ജീവിച്ച സ്വഹാബാക്കൾ, അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെയും ചരിത്രത്തിലൂടെ അത് മനസ്സിലാക്കേണ്ടത്. നമുക്കതെങ്ങനെ പ്രാവർത്തികമാക്കണം, ഈ കാലത്ത് ഏതൊക്കെ ആയത്തുകൾ നമുക്ക് പ്രാവർത്തികമാക്കാനുണ്ട്, ഏതൊക്കെ ആയത്തുകൾ ഓരോ സന്ദർഭത്തിൽ ഇറങ്ങിയത്, ഇതാരാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്? പണ്ഡിതന്മാരാണ് പറഞ്ഞു തരേണ്ടത്, മുൻകാല പണ്ഡിതന്മാരാണ് പറഞ്ഞു തരേണ്ടത്. അല്ലാതെ ഖുർആനൊരു വാക്കെടുത്തിട്ട് ജാമിദ പണ്ടെവിടെയോ അറബി അലിഫ് ബാഗ് പഠിച്ചതുപോലെ പറഞ്ഞാൽ ഖുർആൻ്റെ ആശയമാവില്ല. ഇവർ ഈ പറഞ്ഞ ആയത്ത് സൂറത്ത് മുജാദിലയിലെ 22-ാമത്തെ ആയത്ത് ഒരു കാരണവശാലും ഇവർ പറഞ്ഞ ഈ ആശയവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല വളരെ വളരെ വലിയ ഒരു തന്ത്രത്തിലൂടെ ഇവർ അതിലേക്ക് കുത്തിക്കടത്താൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും ഇതുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഖുർആനിലെ ഈ ആയത്ത് സൂറത്ത് മുജാദിലയിലെ ആയത്ത് വളരെ വ്യക്തമാണ്. അവർ തന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞു, അർത്ഥമൊക്കെ കറക്റ്റാണ്. ലാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും ബിറൂഹിൻ മിൻ. അല്ലാഹുമായിട്ട് റസൂലുമായി എതിർത്ത് നിൽക്കുന്ന ഒരു ജനതയെ അവരോട് സ്നേഹബന്ധം പുലർത്തുന്നവരായിട്ട് നിനക്ക് കണ്ടെത്തുകയില്ല. അവർ നിൻ്റെ പിതാക്കളാണെങ്കിലും അവർ നിൻ്റെ സഹോദരങ്ങളാണെങ്കിലും അവർ നിൻ്റെ കുടുംബക്കാരാണെങ്കിലും എന്ന് അള്ളാഹു പറയുന്നു. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ പ്രോഗ്രാമിൻ്റെ ഈ ക്ലിപ്പിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു സംഭവം പറഞ്ഞിരുന്നു, മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ.
അവിടെ നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ അതൊരു സന്ദർഭത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതേ സന്ദർഭമാണിത്. ജാമിദ പറയുന്നത് പോലെ ഇവിടെ ഒരു ആയത്തെടുത്ത് അതിൻ്റെ അർത്ഥം പറയുന്നതല്ല. ഈ ആയത്ത് എപ്പോഴിറങ്ങി, ഇതിൻ്റെ സന്ദർഭം എന്ത് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിക്കും. ഖുർആൻ എന്നുള്ളത് നമ്മൾ നേരെ വായിക്കുന്നതല്ല, അതിൻ്റെ തഫ്സീറുകൾ വായിച്ചാലാണ് ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാവുക. അതാണ് ഖുർആനിലെ സബബുൻ നുസൂൽ, ഇറങ്ങാനുള്ള സാഹചര്യം, അതിൻ്റെ വിശദീകരണം, അതെങ്ങനെ പ്രായോഗികവൽക്കരിക്കണം എന്നുള്ള കൽപ്പനകൾ, ഇതെല്ലാം അടങ്ങിയാൽ മാത്രമാണ് ഖുർആൻ ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിന്, ഖുർആൻ വിശ്വസിക്കുന്ന ആൾക്ക് അത് പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, എൻ്റെ കയ്യിലിരിക്കുന്നത് തഫ്സീർ ഇബ്നു കസീറാണ്. എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന ഖുർആനിൻ്റെ ഒരു തഫ്സീർ ഗ്രന്ഥമാണിത്. ഇതിൻ്റെ സംക്ഷിപ്തമാണ്. ഇതിന് വലിയ വെർഷനുകളായിട്ട് ഒരുപാട് വോള്യങ്ങളായിട്ടുണ്ട്. ഈ ആയത്തിന് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് യുദ്ധ സന്ദർഭത്തിൽ, ബദർ യുദ്ധത്തിൽ ഇറങ്ങിയതാണ്. മക്കയിൽ ജീവിച്ചിരുന്ന പ്രവാചകനും സഹചാരികളും, വളരെ ന്യൂനപക്ഷമായ സഹചാരികളും, അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവിടെയുള്ള മുഴുവൻ ജനങ്ങളും അവരെ വെറുക്കുകയും, ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്, അവർ വിശ്വാസം കൊണ്ട് മാത്രം അവരെ വെറുക്കുകയും, അവരെ വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുകയും, അവരുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും, അവരുടെ കഴുത്തിൽ കുടൽമാല തൂക്കുക, അവരെ ചീത്ത പറയുക, വഴിയിൽ മുള്ളു കൊണ്ടിടുക, അവരെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുക, മരുഭൂമിയിൽ മലർത്തിക്കിടത്തി നെഞ്ചത്തെ ഭാരമുള്ള കല്ലുകൾ കയറ്റി വെക്കുക, ഇങ്ങനെ ഒരുപാട് പീഡനങ്ങൾ നടന്നപ്പോൾ ഒരു രക്ഷയുമില്ലാതെ അവരോട് യുദ്ധത്തിന് നിൽക്കാതെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ മദീന എന്ന് പറഞ്ഞ 400 കിലോമീറ്റർ അപ്പുറത്തുള്ള യസ്രിബ് എന്ന് പറഞ്ഞ പട്ടണത്തിലേക്ക് പോയി താമസം മാറി, വേറെ നാട്ടിലേക്ക് അഭയാർത്ഥികളായി പോവുകയാണ്. ആ അഭയാർത്ഥികളായി അവിടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന, ആരുമായും പ്രശ്നത്തിന് പോകാതെ ജീവിക്കുന്ന അവരെ വീണ്ടും ഈ പറഞ്ഞ മക്കയിലുള്ള ഖുറൈശികൾ, ഇവരുടെ കുടുംബക്കാർ തന്നെയാണ്, ഈ കുടുംബക്കാർ തന്നെ വീണ്ടും വന്ന് ശല്യം ചെയ്യുകയും അവർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുന്നു. ഇതാണ് ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം. നേരത്തെ നമ്മൾ പറഞ്ഞ കുരുക്ഷേത്ര യുദ്ധം പോലെ അല്ലെങ്കിലും ഇത് ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ തൻ്റെ കുടുംബക്കാരായ മക്കയിലുള്ള ശത്രുക്കളായ ആളുകൾ, വിശ്വാസത്തിൽ ശത്രുക്കളായ ആളുകൾ വന്നപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ ആയത്താണ്, അവരുമായിട്ട് നിങ്ങൾ വിശ്വാസത്തിന് പേര് യുദ്ധം ചെയ്തോളൂ, നിങ്ങൾ പിതാവെന്നോ സഹോദരനോ നിങ്ങൾ നോക്കേണ്ടതില്ല എന്ന് മുസ്ലിങ്ങൾക്ക് ധൈര്യം കൊടുക്കാനുള്ള ആയത്താണിത്. അതല്ലാതെ ഇത് ഇന്ന് കാണുന്ന സമയത്ത് മാതാപിതാക്കളോട് യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ മുമ്പിൽ കാണുന്ന ഒരു അമുസ്ലിമിനോട് യുദ്ധം ചെയ്യാനുള്ള ആയത്തല്ല. അതുകൊണ്ടാണ് മനസ്സിൽ ഉറപ്പ് നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് ജാമിദ പറഞ്ഞതുപോലെ ചിത്രക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാം സ്വീകരിച്ച പെൺകുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളെ വെറുക്കാനുള്ള ആയത്തല്ല. അതുപോലെ തന്നെ മുമ്പിൽ കാണുന്ന അമുസ്ലിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ആയത്തുമല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ വ്യക്തമായി പഠിക്കണം. ഖുർആൻ പണ്ഡിതന്മാർ ഇപ്പോൾ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന അറബിയാണ്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ കണ്ടില്ലേ, വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്. 8 വാള്യങ്ങളാണ് ഈ വ്യാഖ്യാനമുള്ളത്. ഇതിന് വളരെ വ്യക്തമായി മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന് വ്യാഖ്യാനം. ഇത് യുദ്ധസമയത്ത് ഇറങ്ങിയ ആയത്താണെന്നുള്ളത്. ഇതൊന്നും വായിക്കാതെ നേർക്ക് നേരെ ഖുർആൻ്റെ അർത്ഥം വെച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ മാഡം ചെയ്യുന്നത്. ഇത് വായിക്കാതെയാണ് എന്ന് കരുതുന്നില്ല. കാരണം ജാമിദ പ്രത്യേകം ആ ക്ലിപ്പിൽ പറയുന്നുണ്ട്, ഈ ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞാൽ മതി, വ്യാഖ്യാനം പറയണ്ട. അതായത് വ്യാഖ്യാനം പറയാതെ അർത്ഥം പറഞ്ഞാലല്ലേ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുള്ളൂ ആളുകളെ. അപ്പോൾ ഖുർആൻ ഇറങ്ങിയത് പ്രവാചകനാണ്, പ്രവാചകൻ്റെ സ്വഹാബത്തിനാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യാഖ്യാനിച്ചത് മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഇതൊക്കെ എടുത്തുകൊണ്ടാണ് ഒരു മുസ്ലിം എങ്ങനെ ഖുർആൻ പ്രായോഗികവൽക്കരിക്കണം, അവൻ്റെ ജീവിതത്തിൽ എടുക്കണം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത്. അത് അതിനൊരു എന്താ പറയുക, ഒരു മെത്തഡോളജി ഉണ്ട്. അതൊരിക്കലും ജാമിദ ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. ആ മെത്തഡോളജി അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ജാമിദയുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി സഹോദരങ്ങളെ, നമുക്ക് ഈ ഖുർആൻ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ തലമുറ അഥവാ പ്രവാചകനും തൻ്റെ അനുചരന്മാരും അവരുടെ ജീവിതത്തിൽ തൻ്റെ മാതാപിതാക്കളുമായി അവരുടെ നിലപാടുകൾ എന്തായാലും നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മാതാവോ പിതാവോ ജീവിച്ചിരുന്നില്ല. അദ്ദേഹം പ്രവാചകനാകുന്ന സമയത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച ആൾ തൻ്റെ പിതൃവ്യനായിരുന്നു, അഥവാ മൂത്താപ്പയായിരുന്നു, അഥവാ പിതാവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു. അദ്ദേഹത്തോട് മരണം വരെ പ്രവാചകന് വളരെ സ്നേഹമായിരുന്നു. ഇത്രത്തോളം സ്നേഹമായിരുന്നു പറഞ്ഞാൽ മരണപ്പെടുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്നിട്ട് യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ എളാപ്പ, എൻ്റെ മൂത്താപ്പ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, എൻ്റെ വിശ്വാസത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ
എല്ലായിടത്തും പറഞ്ഞു, നീ പറയുന്നത് സത്യമാണ് മകനെ, പക്ഷേ എൻ്റെ പിതാക്കന്മാരെയും എൻ്റെ സഹോദരങ്ങൾ തള്ളി എനിക്ക് നിൻ്റെ വിശ്വാസത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വളരെ സ്നേഹബന്ധത്തിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പം മരിക്കുന്നത് വരെ പ്രവാചകൻ അദ്ദേഹത്തെയും വെറുത്തിട്ടില്ല, അദ്ദേഹം പ്രവാചകനെയും വെറുത്തിട്ടില്ല. എന്നാൽ വിശ്വാസ കാര്യത്തിൽ അവർ തമ്മിൽ പരസ്പരം കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ടുമില്ല. ഇത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിൽ, അനുചരന്മാരിൽ വനിതകൾ ഒരുപാടുണ്ട്. ആ വനിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതയാണ്, സ്വഹാബ വനിതയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. അവരൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് പറയാണ്, പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവർ പറഞ്ഞു, എൻ്റെ ഉമ്മ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, അവർക്ക് ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്, ഞാൻ അവരുമായിട്ട് ബന്ധം പുലർത്തട്ടെയോ എന്നാണ് ചോദ്യം. ആ ഉമ്മ മുസ്ലിമായിട്ടില്ല. കാരണം ആ ഹദീസിൽ പ്രത്യേകം പറയുന്നുണ്ട്, വഹിയ മുശ്രിക്കത്തുൻ, അവൾ മുശ്രിക്കത്താണ്, അവർ അവിശ്വാസിയാണ്. അപ്പോൾ അസ്മാ ബിൻത് റളിയല്ലാഹുവിനക്ക് സംശയം, ഞാൻ മുസ്ലിമാണ്, എൻ്റെ ഉമ്മ അമുസ്ലിമാണ്, എൻ്റെ ഉമ്മ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു, ഇനി ഇസ്ലാമിൽ, ദീനിൽ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഇതിന് വല്ല എതിരുണ്ടോ എന്ന് ചോദിക്കുകയാണ് പ്രവാചകൻ്റെ അടുത്ത്. അത് അവർ ചോദിക്കുകയാണ്, വഹിയ മുശ്രിക്കത്തുൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക, അഫ അസ്ൽ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മാട് കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ, പാടില്ല, നീ ഒരിക്കലും എൻ്റെ ഉമ്മ, നീ യുദ്ധം ചെയ്യണം, അങ്ങനെ പറയാം. ജാമിദ് പോലെ അള്ളാഹു വിരോധിച്ചിട്ടുണ്ട്, ഖുർആൻ എനിക്കാണ് ഇറങ്ങിയത് എന്നൊന്നുമല്ല പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം സിലി ഉമ്മക്കി, അതേ, നീ നിൻ്റെ ഉമ്മയോട് കുടുംബബന്ധം ചേർക്കുക, നല്ല രീതിയിൽ വർത്തിക്കുക എന്നാണ് പറഞ്ഞത്. വളരെ വ്യക്തമാണ് സഹോദരങ്ങളെ, ഇതിൽ പരമൊരു തെളിവ് വേണ്ട. ഖുർആനിൽ തെളിവുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ബഹുദൈവാരാധനയ്ക്ക് വേണ്ടി സമരം ചെയ്താൽ നിങ്ങൾ അനുസരിക്കുക. അപ്പോൾ ഖുർആനിൽ തെളിവായി, നിങ്ങൾ അനുസരിക്കരുത് പറയുമ്പോൾ മാതാപിതാക്കൾ ബഹുദൈവാരാധകരാണ് അല്ലെങ്കിൽ അവിശ്വാസികളാണ്. പക്ഷേ ഫസാഹിബു മാ ഫിദ് ദുനിയ മഅറൂഫ്, അവർ നല്ല നിലയിൽ വർത്തിക്കണമെന്ന് ഖുർആനിൽ തന്നെ തെളിവായി. രണ്ടാമത്തെ പ്രവാചകൻ്റെ ഹദീസിൽ, ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത, ആർക്കും സംശയമില്ലാത്ത ഈ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, സിലി ഉമ്മക്കി, നിൻ്റെ ഉമ്മാട്, അവിശ്വാസിയായ മുശ്രിക്കത്തായ നിൻ്റെ ഉമ്മാട് നീ കുടുംബബന്ധം ചേർക്കണമെന്ന് പറയുന്നു. ഇതിൽ പരം എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്? അപ്പോൾ ഈ പറഞ്ഞ ജാമിദ പറഞ്ഞ ഈ ആയത്ത് ജാമിദ പറഞ്ഞ വിഷയത്തിലല്ല. ഒന്ന്, ഇതിനെതിരായ ഖുർആനിൽ തന്നെ തെളിവുണ്ട്, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണം അമുസ്ലിങ്ങളായാൽ പോലും എന്നുണ്ട്. മാത്രമല്ല പ്രവാചകൻ്റെ അധ്യാപനത്തിലും ഇങ്ങനെയുണ്ട് എന്ന് മാത്രമല്ല, പ്രവാചകൻ്റെ അധ്യാപനവും ഖുർആനും കേട്ട് പഠിച്ച ഒരൊറ്റ മുസ്ലിം പണ്ഡിതരും നിങ്ങൾ മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ അവരോട് നിങ്ങൾ വെറുക്കണമെന്ന് ഒരു മുസ്ലിമിനെയും പഠിപ്പിച്ചതായിട്ട് എവിടെയും ഇല്ലാതാനും. ജാമിദക്ക് മാത്രം ഇത് കിട്ടി എന്നുള്ളത് അവരുടെ കുത്തിത്തിരിപ്പിൻ്റെ ഫലമാണെന്ന് മാത്രമാണ്. അവർക്ക് ഒരു ഉദാഹരണവും ലോകത്ത് തിരഞ്ഞാൽ കാണാൻ കഴിയില്ല. ഈ ജനൻ ടി വിയിൽ വന്ന അവർ ഒഴികെ വേറെ ആരും അത്തരത്തിൽ മാതാപിതാക്കളോട് അങ്ങനെ പെരുമാറിയിട്ടില്ല. ഇവിടെ പറഞ്ഞത് അച്ഛൻ അറ്റാക്കാണ് എന്ന് പറയുമ്പോഴും പോകരുത് എന്ന് രീതിയിൽ ഖുർആൻ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ഖുർആൻ്റെ അധ്യാപനങ്ങൾ ആ തരത്തിലുണ്ട് എന്നാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്തിനാണ് ജാമിദ ഇത്തരത്തിൽ പച്ച നുണകൾ പറയുന്നത്? പച്ച നുണകൾ പറയുമ്പോൾ, കള്ളങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യർക്കൊരു മനസ്സാക്ഷി കുത്തുണ്ടാവൂലേ? ഇനി ഇവർ നമ്മളുടെ വീഡിയോയിൽ ചെയ്ത ആ ഒരു വ്യക്തിയുണ്ടല്ലോ, സിറാജിക്ക, ഇസ്ലാം സ്വീകരിച്ച സിറാജിക്കയുടെ ക്ലിപ്പ് നമ്മൾ ഇട്ടിരുന്നു. അദ്ദേഹം മാതാപിതാക്കളോട് എങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് എന്നൊക്കെ പറയുന്ന ക്ലിപ്പ്. അത് ഇട്ടിട്ട് ഇവർ പറയുന്നത് അതൊന്ന് കേൾക്കാം നമുക്ക്. ആ സിറാജിക്കയുടെ ക്ലിപ്പ് ഇട്ടിട്ട് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത് പറഞ്ഞ വ്യക്തിയിലേക്ക് വരാം. ആ വ്യക്തി അമുസ്ലിമായി ജീവിച്ചതിനേക്കാൾ കൂടുതൽ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോഴാണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ അമ്മയെ സ്നേഹിക്കുന്ന മകനായി, മകനെ സ്നേഹിക്കുന്ന അമ്മയായി മാറാൻ കഴിഞ്ഞത് ഞാനൊരു മുസ്ലിമായതിനു ശേഷമാണ് എന്ന് പറഞ്ഞല്ലോ. എഴുതി ഒപ്പിട്ട് തരാം ഞാൻ. ഈ വ്യക്തി ഖുർആനിന് വിപരീതമാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന ഒരു മാനവികതയാണ് ഇവിടെ വർക്കൗട്ടായത്. ജാമിദ എഴുതി ഒപ്പിട്ട് തരും. അത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മാതാപിതാക്കളെ സ്നേഹിച്ചു തുടങ്ങിയ, അമുസ്ലിങ്ങളായ മാതാപിതാക്കളെ സ്നേഹിച്ചു തുടങ്ങിയ സിറാജിക്ക ചെയ്തത് ഖുർആനിന് എതിരാണ് എന്നുള്ളത് എഴുതി ഒപ്പിട്ട് തരും. മഹാപണ്ഡിത. പിന്നെ അതുമല്ല,
ഇവരുടെ ഒരു വിവക്ഷയുണ്ട്. ഏത്? സിറാജൊക്കെയാണ് സ്വന്തം അമുസ്ലിങ്ങളായ മാതാപിതാക്കളെ സ്നേഹിച്ചത്. അത് ഏത് പ്രകാരമാണെന്ന് വിവരിക്കുന്നത് ആരാണ്? ജാമിദയാണ്. അവരുടെ ഇഷ്ടപ്രകാരം, അവരുടെ ഇഷ്ടപ്രകാരമാണ് അവർ വിവരിക്കുന്നത്. എങ്ങനെയാണ് വിവരിക്കുന്നത്? അതായത് ഈ സിറാജൊക്കെയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു മാനവികതയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ്. ഇത് എന്താ പറയുക, ഇത് ഇവർ പറയാനുള്ളൊരു കാരണം എന്താ അറിയോ ജമാൽക്ക? അതായത് ഈ നിരീശ്വരവാദികളുടെയും അതുപോലെ തന്നെ സംഘപരിവാരത്തിൻ്റെയും ഒരു അന്തർധാര സജീവമായതുകൊണ്ട് ഈ ജാമിദയുടെ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ഇസ്ലാം വിരുദ്ധതയുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഇവരെ കൊണ്ട് ഈ പറയിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. ആ ഒരു അന്തർലീനത മാത്രമേ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കൂ. അത്രേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതല്ലാതെ മറ്റൊരാളുടെ വിഷയം അദ്ദേഹത്തോട് ചോദിക്കാതെ എങ്ങനെ ഇവർക്ക് പറയാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, പച്ചക്കള്ളങ്ങൾ ഒരു ഉളുപ്പമില്ലാതെ, ഒരു നാണമോ മാനമോ ലജ്ജയോമില്ലാതെ പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ പറയാൻ കഴിയുന്നത് യുക്തിവാദികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാമിദയുടെ മറ്റൊരു സംസാരത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ മുസ്ലിം മാതാപിതാക്കളുടെ കണ്ണുനീരിനു മാത്രം വില നൽകുന്ന, മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയ്ക്കു മാത്രം ഉത്തരം നൽകുന്ന, മുസ്ലിങ്ങളോട് മാത്രം പ്രസാദിക്കുന്ന, മുസ്ലിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തുന്ന, മുസ്ലിങ്ങളെ മാത്രം സഹായിക്കുന്ന, മുസ്ലിങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന, മുസ്ലിങ്ങൾക്കു മാത്രമായി പാരിതോഷികങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു അല്ലാഹുവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശരിയും ബാക്കിയുള്ളതൊക്കെ തെറ്റുമാണ്. മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഉത്തരം നൽകുന്ന വേറെ ആരാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചവർക്കല്ലേ ഉത്തരം നൽകുക. മുസ്ലിങ്ങൾ മാത്രമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാത്രം അള്ളാഹു ഉത്തരം നൽകുന്നു. പിന്നെ അവരിൽ അവസാനം പറഞ്ഞു മുസ്ലിങ്ങൾക്ക് മാത്രം പരലോകത്ത് സമ്മാനങ്ങൾ ഒരുക്കും. അത് സത്യമാണ്. നാളെ പരലോകമുണ്ട് ജാമിദ, അവിടെ നീയും ഹാജരാക്കപ്പെടും. അപ്പോൾ നിനക്ക് മനസ്സിലാവും നിനക്ക് അവിടെ എന്തോ ഒരുക്കി വെച്ചിരിക്കുന്നു, മുസ്ലിങ്ങൾക്ക് അവിടെ എന്തോ ഒരുക്കി വെച്ചിരിക്കുന്നു. അതെല്ലാം മുസ്ലിങ്ങൾക്കും ഉണ്ട് എന്നില്ല. അതായത് മുസ്ലിം നാമധാരികളായ ആളുകൾ പലതും ഉണ്ട്. മുസ്ലിം എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് സൃഷ്ടാവായ അള്ളാഹുവിനെ അനുസരിച്ച് അവന് കീഴ്പ്പെട്ട് എല്ലാ കൽപ്പനകളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ആളുകളെയാണ് മുസ്ലിം എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അല്ലാതെ ഒരു വർഗീയതയുടെ കാരണം കൊണ്ടല്ല അവിടെ പാരിതോഷികങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രം ഒരുക്കി വെച്ചു എന്നുള്ളത്. അത് വർഗീയതയല്ല, അത് നീതിയാണ്. അതായത് ഇത് സൃഷ്ടാവിൻ്റെ ലോകത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളത് സൃഷ്ടാവിനനുസരിച്ച് ജീവിക്കാനാണ്. അത് ആര് ചെയ്യുന്നുവോ അവന് പാരിതോഷികമുണ്ട്. ആര് ജാമിദയെ പോലെ ഇപ്പോൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകട്ടെ, ഈ ഒരു സമയത്ത് ജാമിദയെ പോലെയുള്ള, അതായത് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നത് ആരാണോ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണോ, അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കടപ്പെട്ടിരിക്കേണ്ട ആളുകൾ, അവർ ആരാണോ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നത് അവർക്ക് ആ നീതിക്കനുസരിച്ച കാര്യമാണ് നാളെ പരലോകത്ത് കിട്ടുക. അതിലെന്താ സംശയമുള്ളത്? ഇനി ഇവർ പറയുന്നുണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് മാത്രം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ലോകത്ത് എല്ലാവരും വെള്ളം കുടിക്കുന്നില്ലേ? ആരുടെ വെള്ളമാണ്? പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വെള്ളമല്ലേ? എല്ലാവർക്കും വായുവില്ലേ? ഇവിടെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വായുവല്ലേ? എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും, അവൻ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്ക് മുഴുവൻ അവൻ വെള്ളവും വായുവും എല്ലാം നൽകി ആ ജീവജാലങ്ങളെ പരിപാലിക്കുന്നില്ലേ? അതിന് നന്ദിയായിട്ടാണ് ജാമിദ നമ്മൾ സൃഷ്ടാവിന് സമർപ്പിക്കണം സ്വന്തത്തെ എന്ന് പറയുന്നത്. അതിന് നന്ദിയായിട്ടാണ് അവനനുസരിച്ച് ധാർമ്മികപരമായ ഒരു ജീവിതം നയിക്കണമെന്ന് പറയുന്നത്. അതിനെതിരെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുക്തിവാദികൾക്ക് യാതൊരു യുക്തിയുമില്ല എന്ന് ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം മുസ്ലിങ്ങളെ മാത്രം സഹായിക്കുന്ന അള്ളാഹു എന്നവർ പറഞ്ഞു. ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ ആകാശത്ത് നിന്ന് അള്ളാഹു മഴ പെയ്യിപ്പിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് കുറച്ച് മഴ കൊടുക്കുക, അപ്പുറത്തെ വീട്ടിലെ ഭാർഗവന് മഴയില്ല, ഇപ്പുറത്തെ വീട്ടിലെ ജോസഫിന് മഴയില്ല, അങ്ങനെ എവിടെയെങ്കിലും സംഭവിക്കാറുണ്ടോ സഹോദരങ്ങളെ? എല്ലാവർക്കും, ഭൂമിയിലുള്ള എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കെന്നല്ല സസ്യജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും മുഴുവനായിട്ടല്ലേ സഹോദരങ്ങൾ അള്ളാഹു മഴ വർഷിപ്പിച്ച് നൽകുന്നത്? പിന്നെ മുസ്ലിങ്ങളെ മാത്രം സഹായിക്കുന്ന, മുസ്ലിങ്ങളോട് മാത്രം പ്രസാദിക്കുന്ന എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത്? അള്ളാഹു റഹ്മാനാണ്. റഹ്മാനായ അള്ളാഹു ഇവിടെയുള്ള മുഴുവൻ ആളുകളോടും കാരുണ്യം കാണിക്കുന്നു. ആ കാരുണ്യത്തിൻ്റെ ബലത്തിലാണ് ജാമിദ നീയൊക്കെ ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ. അള്ളാഹുവിനെ നിഷേധിച്ചിട്ടും
അള്ളാഹുവിനെ നിഷേധിച്ചിട്ടും നിനക്കൊക്കെ അള്ളാഹുവിനെതിരെ സംസാരിക്കാനുള്ള നാവ് പൊങ്ങുന്നതും നീ അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോഴും നിന്നെ വിട്ടേക്കുകയാണ് ഒരു അവധി വരെ അള്ളാഹു. അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അപ്പോൾ അള്ളാഹു മുസ്ലിങ്ങളോട് മാത്രം കാരുണ്യം കാണിക്കുന്നവനല്ല, അള്ളാഹു സകല ജീവികളോടും കാരുണ്യം കാണിക്കുന്നവനാണ്. അത് കഴിഞ്ഞ് നാളെ പരലോകത്ത് നമ്മൾ എത്തുന്ന സമയത്ത് ഈ ലോകത്ത് നന്മ ചെയ്ത് ജീവിച്ചാൽ അവിടെ ഈ പറഞ്ഞ പാരിതോഷികങ്ങളുണ്ടാവും. ആരായാലും ഉണ്ടാവും. ഏത് മനുഷ്യനും ഈ ഒരു അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിച്ച് ജീവിക്കുന്നോ അവർക്ക് നാളെ പാരിതോഷികമുണ്ടാവും. ഏത് മനുഷ്യനും അത് വിട്ട് അള്ളാഹുവിൻ്റെ ആ ഹുദ വിട്ട് സന്മാർഗം വിട്ട് തലതിരിഞ്ഞ് ജീവിക്കുന്നോ അവർക്ക് അതിനുള്ള ശിക്ഷയുമുണ്ട്. അതുകൊണ്ട് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അത് ജാമിദക്കും ചിന്തിക്കാവുന്നതാണ്, ചിന്തിച്ച് ഉചിതമായ തീരുമാനമെടുക്കാവുന്നതാണ്. ആർക്കും അതിനുള്ള ചാൻസ് ഉണ്ട്. ആരിൽ നിന്നും അത് തടഞ്ഞിട്ടില്ല. ഹിദായത്തിനെ ആരിൽ നിന്നും തടഞ്ഞിട്ടില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വളരെ വിശദമായി ജാമിദയുടെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അവരുടെ ഈ കുത്തിത്തിരിപ്പിനുള്ള അല്ലെങ്കിൽ അവരുടെ ഈ തെറ്റിദ്ധരിപ്പുകൾക്കുള്ള മറുപടിയും പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമതായിട്ട് അവർ പറഞ്ഞത് ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട് മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കാൻ. അത് അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണം, അവർ പ്രായമായവരായപ്പോലും അവരോട് ചേ എന്ന് പറയരുത്. ഇതൊക്കെ ഖുർആനിലുള്ളത് അവർ തന്നെ സമ്മതിച്ചു. എന്നിട്ട് അവർ പറയുന്ന ന്യായം ഇത് അമുസ്ലിങ്ങളായ മാതാപിതാക്കളോടല്ല, മുസ്ലിങ്ങളായ മനുഷ്യർക്ക് മുസ്ലിങ്ങളായ മാതാപിതാക്കളോട് ഉള്ളതാണെന്നാണ്. ഇത് അവരുടെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇങ്ങനെയാണെന്നുള്ളതിന് എന്താണ് തെളിവുള്ളത്? ഇത് അമുസ്ലിങ്ങൾക്കുള്ളതാണ്, അമുസ്ലിങ്ങളായ മാതാപിതാക്കൾക്കുള്ളതല്ല, ഇത് മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്കുള്ളതാണ് എന്ന് പറയാൻ ജാമിദക്ക് എന്താണ് തെളിവുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 1. രണ്ടാമത്തത്, ഖുർആനിൽ തന്നെ സൂറത്ത് ലുഖ്മാനിലെ ആയത്തെടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വസാഹിബുഹുമാ ഫിദ്ദുന്യ മഅറൂഫ, നിങ്ങളോട് അമുസ്ലിങ്ങളായ മാതാപിതാക്കൾ ബഹുദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചാൽ അതിൽ മാത്രം നിങ്ങൾ അവരനുസരിക്കാതിരിക്കുകയും അവരോട് ദുന്യാവിൻ്റെ കാര്യത്തിൽ ഈ ഭൂമിയിലുള്ള ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും പുരസ്സരം അവരോട് സഹകരിക്കണം, അവരെ പരിപാലിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ജാമിദ അംഗീകരിക്കുന്നുണ്ടോ? ഇത് ഖുർആനിലുള്ളതല്ലേ? മൂന്നാമത്തെ കാര്യം, പ്രവാചകൻ്റെ അധ്യാപനത്തിൽ വന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. പ്രവാചകൻ്റെ ജീവിതത്തിൽ തൻ്റെ മൂത്താപ്പയോടുള്ള ഇടപാടുകൾ, മരിക്കുന്നത് വരെയുള്ള ഇടപാടുകൾ, അതുപോലെ പ്രവാചകൻ തൻ്റെ തൻ്റെ സഹാബത്തിനോട് അല്ലെങ്കിൽ അനുചരന്മാരായ സഹാബത്തിനോട് കൽപ്പിച്ചത് നിങ്ങളുടെ ഉമ്മാട് നിങ്ങൾ എന്ത് ചെയ്തു നല്ല രീതിയിൽ വർത്തിക്കണമെന്ന് പറഞ്ഞ ഹദീസുകൾ, അത് ആ പ്രവാചക അധ്യാപനങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞത് സൂറത്തുൽ മുജാദിലയിൽ 22-ാമത്തെ ആയത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങളാണെങ്കിലും നിങ്ങളുടെ കുടുംബക്കാരാണെങ്കിലും നിങ്ങൾ അവരോട് സ്നേഹബന്ധം പാടില്ല, അങ്ങനെ സ്നേഹബന്ധം പുലർത്തുന്നത് കാണാൻ സാധിക്കുകയില്ല, അങ്ങനെ സ്നേഹബന്ധം പുലർത്താത്തവർക്ക് ഉറപ്പ് നൽകുമെന്ന് പറഞ്ഞു. ഇത് മഹാഭാരത യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അവരുടെ മനസ്സിൽ തൻ്റെ മുമ്പിലുള്ള പിതാക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ യുദ്ധത്തിന് വന്നാൽ അവരോട് യുദ്ധം ചെയ്യാതിരിക്കാൻ പാടില്ല, അവർക്ക് ഇതിൻ്റെ പേരിൽ നിങ്ങൾ ആക്രമിക്കുക തിരിച്ച് നിങ്ങൾ അവരെ പ്രതിരോധിക്കണമെന്ന് അള്ളാഹു ഉറപ്പ് കൊടുക്കാൻ വേണ്ടി ഇറക്കിയ ആയത്താണ്. അത് ആ സന്ദർഭത്തിലേക്ക് മാത്രമുള്ളതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ സൂറത്ത് തൗബയിലെ ആയത്ത് അവർ പറഞ്ഞു. അതെന്താണ്? അത് മാനുഷികപരമായ സ്നേഹവും അതുപോലെ മതപരമായ സ്നേഹവും രണ്ടാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് മതപരമായ ഒരു കൊടുക്കൽ വാങ്ങൽ പാടില്ല അവരോട്. നിങ്ങൾ അവരോട് ആ മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു വിട്ടുവീഴ്ചയും പാടില്ല. എന്നാൽ മറ്റുള്ള ആയത്തുകൾ എടുക്കുമ്പോൾ അവരോട് എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ മാനുഷികപരമായ സ്നേഹം വേണം. അതിന് ഇസ്ലാം തടസ്സമല്ല എന്ന് ഞങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ജാമിദ പറയേണ്ടത്, നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങളുടെ ഈ യുക്തിവാദം അങ്ങനെ ഉണ്ടാവുമല്ലോ. അതെ, യുക്തിവാദത്തിന് ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ, യുക്തിവാദത്തിൻ്റെതായ നിർദ്ദേശങ്ങൾ. അതായത് മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണം, മക്കൾ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾ ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് ജാമിദ ഒന്ന് പറഞ്ഞു തരണം. അതായത് എങ്ങനെ മാതാപിതാക്കളോട് പെരുമാറണം എന്നുള്ള പ്രവാചകാധ്യാപനങ്ങളും ഖുർആനിക വചനങ്ങളും ഇവിടെ ഉദ്ധരിച്ചു കഴിഞ്ഞു. അത് സഹാബാക്കൾ എങ്ങനെ അവരുടെ പ്രവാചകൻ്റെ അനുചരന്മാർ എങ്ങനെ അവരുടെ ജീവിതത്തിൽ പകർത്തി എന്നുള്ളതും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജാമിദ പറഞ്ഞു തരേണ്ടത്, യുക്തിവാദികളായ ആളുകൾ, യുക്തിവാദികളുടെ തലതൊട്ടപ്പന്മാർ, അവർ എഴുതി വച്ച ഗ്രന്ഥങ്ങളിൽ എന്താണ് യുക്തിവാദികളായ അനുചരന്മാരോട് അവരുടെ മാതാപിതാക്കളോട് സ്വീകരിക്കേണ്ട കടമകൾ എന്താണ് അവരെഴുതി വച്ചിട്ടുള്ളത് എന്ന് ജാമിദ ഒന്ന് പറഞ്ഞു തരണം. കുറേ ചോദ്യങ്ങൾ ചോദിച്ച് പോയാൽ പോരല്ലോ, കുറേ ഇങ്ങനെ വിമർശിച്ച്. ഇവരുടെ ഒരു അധോഗതി ആലോചിച്ചിട്ടുണ്ടോ ജമാൽക്ക? അതായത് വിമർശിച്ചാണ് മരിച്ചു പോവുക.
ഒരു ആശയത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിമർശിച്ച് അങ്ങനെ ജീവിതം കാലം കഴിക്കുക. ഇവർക്ക് സ്വന്തമായ ഒരു അടിത്തറയില്ല. സ്വന്തമായി ഇവർക്കൊരു, അല്ലെങ്കിൽ പറയട്ടെ, സ്വന്തം മാതാവിനെ തെരുവിലുപേക്ഷിച്ച് പോകുന്ന മകനെ സംബന്ധിച്ച് എന്താണ് അവന് കൊടുക്കേണ്ട ശിക്ഷ? ശിക്ഷണം എന്താണ്? ഏത് നിലക്കാണ് അത് നമ്മൾ പരിഹരിക്കേണ്ടത്? സ്വന്തം പിതാവ് വൃദ്ധനായി രോഗം ബാധിച്ച് കിടപ്പിലായ സമയത്ത് ആ വൃദ്ധനായ പിതാവിനെ പരിചരിക്കാത്ത മകനെ സംബന്ധിച്ച്, മകളെ സംബന്ധിച്ച് നമ്മൾ എന്ത് നിലപാടെടുക്കണം? യുക്തിവാദികൾ പറയൂ, യുക്തിവാദികൾ പഠിപ്പിക്കൂ. അതായത് അമുസ്ലിങ്ങളായ മാതാപിതാക്കളോട് ക്രൂരമായി പെരുമാറാൻ ഇസ്ലാം പറയുന്നു. അങ്ങനെ ഇസ്ലാമിനെ നോക്കൂ. അതുകൊണ്ട് ആരും ഇസ്ലാം ആവരുത്, അതുകൊണ്ട് ആരും മുസ്ലിം ആവരുത് കേട്ടോ എന്ന് പറഞ്ഞ് കല്ലെടുത്തെറിഞ്ഞ് ഓടിപ്പോകുന്ന കുട്ടികളെപ്പോലാണ്ട് ഓടിപ്പോയാൽ മതിയോ? ഇത് പറഞ്ഞു കൊടുക്കൂ, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കൂ. അവർ മനസ്സിലാക്കട്ടെ എങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത്, എന്താണ് കുടുംബജീവിതത്തിൻ്റെ മഹത്വം, എന്താണ് കുടുംബജീവിതത്തിലെ മര്യാദകൾ പറഞ്ഞു കൊടുക്കൂ. ഇത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ വേണ്ടേ ജാമിദ? വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനപരമായി, അതായത് അവനൊരു ആദർശം പോലും ജീവിക്കാനില്ലാതിരിക്കുന്ന സമയത്ത്, ആദർശ ദാരിദ്ര്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ആളുകളുടെ ഇടയിലേക്കൊരു ശബ്ദമായി പോകണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഇസ്ലാമിനെ കുറച്ച് കുറ്റം പറയുക, മുസ്ലിങ്ങളെ കുറച്ച് കുറ്റം പറയുക, പ്രവാചകനെ കുറച്ച് വേണ്ടാത്തത് പറയുക. അപ്പോൾ ആളുകളൊക്കെ അതിനനുസരിച്ച ആളുകൾ കുറച്ചുണ്ട്, അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തോളും എന്ന് വിചാരിച്ചിട്ടാണോ ജാമിദ? ആണോ? എങ്കിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, അതായത് ഇനിയും ഇത്തരം ട്രൂ ഫെയ്ത്ത് ചാനലിൽ ഇനിയും ഒരുപാട് വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതിനൊക്കെ ഓരോന്നിനുമായിട്ട് മറുപടിയായി ഞാൻ വരും എന്നൊക്കെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ. എങ്കിൽ വരൂ, ഞങ്ങളും ഒരുങ്ങിയിട്ട് തന്നെയാണുള്ളത്. നിങ്ങൾ ഓരോന്നും എടുത്തുകൊണ്ട് നിങ്ങൾ അതിന് മറുപടി പറയും. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളങ്ങൾക്ക് ഓരോന്നിനായി ഇത് കള്ളമാണ്, അതായത് 10 കള്ളം നിങ്ങൾ പറഞ്ഞാൽ അത് 10 കള്ളങ്ങളാണെന്ന് 100 തെളിവുകളുമായി ഞങ്ങൾ വന്ന് പറയും ജാമിദ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കള്ളങ്ങൾ തുടരുക, ഞങ്ങൾ ഞങ്ങളുടെ മറുപടികളും തുടരുന്നതാണ്. അതുകൊണ്ട് പ്രേക്ഷകരെ, ജാമിദ അടുത്ത കള്ളവുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം.